അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് നജ്മിലെ 11, 12, 13 ആയത്തുകൾ, 16 വരെയുള്ള ആയത്തുകൾ, ഇത് സംബന്ധമായി ചില സംഗതികൾ കൂടി പറയേണ്ടതുണ്ട്. ജബ്ബാറിൻ്റെ ഭാഷ്യം താൻ കണ്ടത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് അത് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് സംശയം ജനിക്കുന്നത്, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ മുഹമ്മദിന് കഴിയില്ല എന്നാണ്. ഇവിടെ ഖുർആന് മാ കദബൽ ഫുആദു മാ റഅ അഫതുമാറൂനഹു അലാ മാ യറ, താൻ കണ്ടത് ഹൃദയം തള്ളിപ്പറഞ്ഞിട്ടില്ല, കളവാക്കിയിട്ടില്ല. അഫതുമാറൂനഹു അലാ മാ യറ, അദ്ദേഹം കണ്ടതിൻ്റെ കാര്യത്തിലോ നിങ്ങൾ അദ്ദേഹവുമായി തർക്കിക്കുന്നത് എന്ന ഖുർആനിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാറിൻ്റെ ഈ കമൻറ്റ്. തുടർന്ന് വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റ ഇൻദ സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് മറ്റൊരിക്കൽ കൂടി അദ്ദേഹം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ആശയം എന്താണ്? ഒരു കാര്യം ഒരാൾ നല്ല ബോധ്യത്തോടു കൂടി യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന സംഗതി കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കത് സംബന്ധിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും അത് പ്രവാചകൻ എന്ന് വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വേണ്ട, ആരായിരുന്നാലും അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള ഒരു സംഗതി, ആ ബോധ്യം എന്നത് കേവലം ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ളൊരു സംഗതി, അത് തനിക്ക് അനുഭവമുണ്ട് എന്ന് പറയുന്ന ഒരാളോട് അങ്ങനെ ഒന്ന് അനുഭവപ്പെടാത്ത ആളുകൾ തർക്കിക്കുന്നതിനുള്ള യുക്തി എന്താണ് എന്നതാണ് ഒന്നാമതായിട്ട് ആലോചിക്കേണ്ട കാര്യം. മനുഷ്യൻ പല പ്രകൃതക്കാരനാണ്, മനുഷ്യർ പല പ്രകൃതമുള്ളവരാണ്. ഒരാൾക്കുള്ള അനുഭവമാവണമെന്നില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. ഒരാൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് പോലെ ആവണമെന്നില്ല മറ്റൊരാൾ മനസ്സിലാക്കുന്നത്. ഒരാൾ പഠിച്ചറിഞ്ഞ സംഗതി മറ്റൊരാൾക്ക് പഠിക്കാൻ കഴിയണമെന്നില്ല. ഒരാൾ അനുഭവിച്ചറിഞ്ഞ സംഗതി മറ്റൊരാൾക്ക് അനുഭവവേദ്യമാവണമെന്നില്ല. അപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അയാളുടെ അനുഭവത്തിൻ്റെ, അയാൾ കണ്ടതിൻ്റെ, കണ്ണാൽ കണ്ട ആ കാഴ്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ട വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിശ്വാസയോഗ്യമായിട്ട് സംഗതികളുടെ അടിസ്ഥാനത്തിലോ ആയിരുന്നു അയാളൊരു കാര്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കേവലം അനുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ തനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന മാനസിക വിഭ്രാന്തിയുടെ പേരിലോ നിഷേധിക്കുക എന്നത് എത്രമാത്രം യുക്തിസഹമാണ് എന്നതാണ് ഒന്ന് ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അഫതുമാറൂനഹു അലാ മാ യറ. ഇവിടെ റഅ എന്ന് പറഞ്ഞാൽ വ്യക്തമായി കണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലാതെ കേവലം ഭാവനാകൽപിതമായ അല്ലെങ്കിൽ വിഭ്രാന്തിയിലൂടെ അനുഭവപ്പെടുന്ന, മാനസിക രോഗത്താലോ മറ്റോ അനുഭവപ്പെടുന്ന ഒരു സംഗതിയെ സംബന്ധിച്ചല്ല എന്നത് ഒന്ന് ഈ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ സംഗതി, ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്നത് ജബ്ബാർ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് മാനസിക രോഗമായിരുന്നു എന്നാണ്. അപ്പോൾ മനോരോഗമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ എന്തോ കണ്ടു എന്ന് തോന്നും.
എന്നതാണ് ജബ്ബാറിൻ്റെ ന്യായം. ജബ്ബാറിൻ്റെന്ന് മാത്രമല്ല, യുക്തിവാദികളുടെയും നിരീശ്വരന്മാരുടെയും നാസ്തികന്മാരുടെയും ഒക്കെ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഇത്തരം കാര്യങ്ങൾ, അതിഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ പറയുന്നൊരു സംഗതിയാണത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെ വിഭ്രാന്തിയുടെ പേരിൽ അല്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള ഭീതിജനകമായ സംഗതികൾ, മനോരോഗികൾ അങ്ങനെയാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അവരൊരു തരം അന്തമില്ലാത്ത വിഭ്രാന്തിയിലകപ്പെട്ട് വളരെ മാനസികമായി വിഷമിക്കുന്ന അവസ്ഥയാണ് അവർക്കുണ്ടാവുക. ഒരിക്കലും തന്നെ അത്തരമൊരു അനുഭവം വീണ്ടും അനുഭവപ്പെടരുതേ എന്നാണ് അത്തരം മാനസിക രോഗികൾ, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആഗ്രഹിക്കുക. ഇവിടെ സംഗതി നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ വരാൻ വേണ്ടി കാത്തിരിക്കാറുണ്ടായിരുന്നു പലപ്പോഴും എന്ന് ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുള്ള സംഗതിയാണ്. എന്ന് മാത്രമല്ല, ആദ്യത്തെ വഹീനെ തുടർന്ന് ഉറക്കത്തുമായി ബന്ധപ്പെട്ട് താൻ പ്രവാചകനാണെന്നും ഇത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വഹിയാണ്, സന്ദേശമാണ്, തൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്ന അതേ ദൂതൻ തന്നെയാണ് എന്നൊക്കെ ഉറക്കത്ത് പറയുകയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ ശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആഗമനം ഇല്ലാതെ പോയ ഒരു ഘട്ടത്തിൽ, അതുപോലെ തന്നെ വഹി വരാതിരുന്നൊരു ഘട്ടത്തിൽ ജിബ്രീലിനെ കാണാനുള്ള അദമ്യമായ ആഗ്രഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലുള്ള മാനസിക വിഷമം കൊണ്ട് മലമുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്താലോ എന്നിവരെ വിചാരിച്ചു എന്ന് ഹദീസിൽ പറയുന്നത്. ഇത് കാണാത്തതിൻ്റെ, ജിബ്രീൽ വരാത്തതിൻ്റെ, വഹി വരാത്തതിൻ്റെ പേരിലാണ്, അല്ലാതെ വന്നു കളയോ എന്നുള്ള പേടി കൊണ്ടല്ല. മനോരോഗികൾ ഇങ്ങനെയാണോ? നമ്മളെ ജബ്ബാറിനെ പോലെ ആളുകൾ വലിയ മനഃശാസ്ത്രജ്ഞന്മാരായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നാണ്. ആട്ടെ, അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര വിവരം അനുസരിച്ച് ഇങ്ങനെയാണോ ഒരു മനോരോഗി ആഗ്രഹിക്കാറുള്ളത്? താൻ കാണുന്ന ഈ അതിശയോക്തി, ഈ അതിഭൗതികമായിട്ടുള്ള ഈ സംഗതി വീണ്ടും വീണ്ടും എനിക്ക് അനുഭവപ്പെടണമെന്നാണോ മനോരോഗികൾ വിചാരിക്കാറുള്ളത്, ആഗ്രഹിക്കാറുള്ളത്? അതോ അതൊരിക്കലും എനിക്ക് സംഭവിക്കരുതേ എന്നാണോ? അപ്പോൾ അത് വീണ്ടും വീണ്ടും അനുഭവപ്പെടാത്തതിൻ്റെ പേരിലാണോ അവർ മനോരോഗ വിദഗ്ധരെ കാണുന്നത്? അതോ അവർ അനുഭവപ്പെടുന്ന ഈ അനുഭവം തങ്ങൾക്കുണ്ടാകാതിരിക്കാൻ അതിന് വേണ്ട ചികിത്സ എന്താണ് എന്ന് തേടിയിട്ടാണോ അവർ മനോരോഗ വിദഗ്ധരെ കാണാറുള്ളത്? ഇത് ഇത്തരം ആളുകൾ മറുപടി പറയേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജിബ്രീലുമായി കണ്ടതിൻ്റെ ശേഷം ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നറിയാൻ വേണ്ടി ക്രിസ്തീയ പണ്ഡിതനായിരുന്ന വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത്, വയോവൃദ്ധനായിട്ടുള്ള അതേപോലെ തന്നെ വിജ്ഞാന പടുവായിട്ടുള്ള മനുഷ്യൻ്റെ അടുത്തേക്ക്, പണ്ഡിതൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതൊഴിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു അന്നത്തെ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു ഭിഷഗ്വരനെ തനിക്കിങ്ങനെ രോഗമുണ്ട്, അതിനെ ചികിത്സിച്ച് തരണം, അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് സമീപിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ കഴിയുമോ? മനോരോഗമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ ഒക്കെയാണ് മുഹമ്മദിനെ ബാധിച്ചതെന്ന് പറഞ്ഞു പോയാൽ പോരല്ലോ. ഇത്തരം ആളുകൾ തെളിയിക്കേണ്ടത് അതാണ്. അത് മാത്രമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ പ്രമുഖന്മാരായ ആളുകൾ വന്നുകൊണ്ട് 3-4 ഓഫറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മുഹമ്മദെ, നീ ഇവിടെ രാജാവാകണം എന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ നിന്നെ ഞങ്ങൾ രാജാവാക്കാം. നിൻ്റെ അഭിപ്രായം കൂടി ആരാഞ്ഞുകൊണ്ടല്ലാതെ ഞങ്ങൾ ഒരു കാര്യവും തീരുമാനിക്കൂല. അതല്ല, വലിയ സമ്പന്നനാവണം എന്നാണോ ആഗ്രഹിക്കുന്നത്? നിന്നെ ഞങ്ങൾ വലിയ സമ്പന്നനാക്കാം. ഇനി
മക്കയിലെ ഏതെങ്കിലും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ ചെയ്തു തരാം. അതുമല്ല, ഇതൊരു രോഗമാണെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ട ചികിത്സ നടത്താം. ഈ 4 കാര്യങ്ങൾ മക്കയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. ഈ സമയത്ത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? അവർക്കെന്താണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്? ഇവിടെ ജബ്ബാർ പുട്ടിന് തേങ്ങടണ മാതിരി ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഒമാ സാഹിബുക്കും ബി മജ്നൂൻ എന്ന് പറഞ്ഞപ്പോഴും അതുപോലെ നേരത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള സൂറകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭ്രാന്തനായിരുന്നില്ല എന്ന പരാമർശത്തെ സംബന്ധിച്ച് ജബ്ബാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത് സ്വയം ആരോഗ്യ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്, അതുപോലെ തന്നെ സ്വയം കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ ഉണ്ടാക്കുകയാണെന്നൊക്കെയാണ്. എന്നാൽ ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇങ്ങനെ 4 നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തിട്ടുള്ളത്? അതിൽ പ്രധാനിയാണ് വലീദ് ബിൻ മുഗീറ. ജബ്ബാർ പലപ്പോഴും പുകഴ്ത്തി പറയുന്ന അരികു ചേർന്ന് നിൽക്കുന്ന വലീദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറഞ്ഞതൊക്കെ സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ഒരു മനോരോഗി ഇങ്ങനെ ചെയ്യോ? മനോരോഗി എപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആളുകളോട്, വിശേഷിച്ചും മനോരോഗത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ആളുകളോട് തട്ടിക്കയറുക ചെയ്യാം. ഒരിക്കലും അയാൾ കേൾക്കാൻ സന്നദ്ധനാവില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് പറയാനുള്ളതൊക്കെ തീർത്തും കേട്ടു. അങ്ങനെയാണല്ലോ ഒരു ബുദ്ധിയും വിവേകമുള്ള മനുഷ്യൻ മറ്റുള്ളവർ പറയുന്നത് ആദ്യം കേൾക്കാനുള്ളതാണ് ചെയ്യുക, അതിന് ശേഷമാണ് അദ്ദേഹം പ്രതികരിക്കുക. അപ്പോൾ വലീദ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞോ? ഇങ്ങനെ ഒരു മനോരോഗി ചോദിക്കൂല. അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഫുസ്സിലയുടെ ആദ്യ ഭാഗം ഓതി കേൾപ്പിക്കാൻ ചെയ്യുന്നത്. അതിൽ ഫഇൻ അഅറളൂ ഫഖുൽ അൻദർതുക്കും സായിഖത്തൻ മിഥല സായിഖത്തി ആദിൻ വ സമൂദ്. ഇനി ഇവർ അവഗണിച്ച് തള്ളുകയാണ്, ഇതിൽ നിന്ന് അവർ പിന്നാക്കം പോവുകയാണെങ്കിൽ, ഇതവർ സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ, ഇനിയും അവർ ഈ ശത്രുതയുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഫഇൻ അഅറളൂ ഫഖുൽ, നീ അവരോട് പറഞ്ഞേക്കണം, അൻദർതുക്കും സായിഖത്തൻ മിഥല സായിഖത്തി ആദിൻ വ സമൂദ്, ആദിനെയും സമൂദിനെയും പിടിപിടിയിട്ടുള്ളത് പോലുള്ള ഒരു സായിഖത്ത്, ഒരു ഇടിത്തി, അതിഗംഭീരമായിട്ടുള്ള ഒരു ശിക്ഷ നിങ്ങളെ ബാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിയെത്തിയപ്പോൾ എന്താ വലീദ് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓത്ത് നിർത്താൻ, ഖുർആൻ പാരായണം നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കാരണം അത് വലീദിനെ അത്രയ്ക്ക് പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു മനോരോഗിയുടെ വാക്കുകൾ ശ്രോതാവിനെ പിടിച്ചു കുലുക്കില്ല. ശ്രോതാവിന് ആ മനോരോഗിയോട് സിമ്പതി തോന്നുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ച ഖുർആനിക വചനങ്ങൾ കേട്ട് വലീദ് ആകെ പരിഭ്രമിക്കുകയാണ്, അദ്ദേഹം കിടിലം കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഖുർആനിനെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും നബി കണ്ട ജിബ്രീലിനെ പറ്റിയും നബിയുടെ ഈ അനുഭവത്തെ പറ്റിയൊക്കെയാണ് ജബ്ബാർ അത് വിഭ്രാന്തിയായിരുന്നു, മനോരോഗമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നത് ഏതൊരു സത്വമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ പ്രയോഗത്തിൻ്റെ വശ്യമായിട്ടുള്ള ഈ പ്രയോഗം ഖുർആൻ പ്രയോഗിച്ചത്. ഇത് ജബ്ബാറിനെ പോലെ അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നതാണ്, പക്ഷെ അവർ പിന്നീട് അത് ആവർത്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്ലത്തൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട വസ്തുതയെ എടുത്തു പറയുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് തർക്കിക്കാൻ നിങ്ങൾക്കൊരു ന്യായവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടക്കി നിർത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു വാദം പിന്നീട് അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ എടുത്ത് പറയുമായിരുന്നു. അപ്പോൾ അവർക്കത് ബോധ്യമുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശരിയാണെന്നും
അദ്ദേഹത്തിന് ദൈവികമായിട്ടുള്ള വഹി വെളിപാടാണ് വന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും, പക്ഷേ തങ്ങൾക്ക് തൽക്കാലം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് അവരതിനെ തള്ളി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വസ്തുത. അപ്പോൾ ഈ വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം.